എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 കമ്പൽസറി ആയി എല്ലാവരും പഠിച്ചിരിക്കേണ്ടുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. +2 അക്കൗണ്ടൻസിയിൽ എന്തെല്ലാമാണ് പഠിക്കേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. +2 അക്കൗണ്ടൻസിയിൽ പഠിക്കേണ്ടുന്ന ഭാഗങ്ങളും അതിലെ ഓരോ ചാപ്റ്റേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പോൾ പാർട്ട് 1 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ പേര് നോക്കുക, അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിംഗ്. അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി വിച്ച് ഡസ് നോട്ട് യൂഷ്വലി ഇൻവോൾവ് ഇൻ എനി ട്രേഡിംഗ് ആക്ടിവിറ്റി ബട്ട് എൻഗേജസ് ഇൻ റെൻഡറിംഗ് സർവീസ് ടു മെമ്പേഴ്സ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ തരം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: എ നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി, ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമാണ്. അപ്പോൾ ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലായി. അടുത്തത്, നോട്ട് ഇൻവോൾവ് ഇൻ എനി ട്രേഡിംഗ് ആക്ടിവിറ്റി, ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാത്ത ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകാത്ത ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ എന്തായിരിക്കും ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത്? എൻഗേജസ് ഇൻ റെൻഡറിങ് സർവീസസ്. ഇവിടെ ചെയ്യുന്നത് സർവീസ് റെൻഡർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. അതായത് സേവനം നൽകുക, സേവനം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണ് സേവനം നൽകുന്നത്? ടു ദ മെമ്പേഴ്സ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ ആണ് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടി. ഈ ഓർഗനൈസേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാഭം പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത്തരം ഓർഗനൈസേഷനിൽ ട്രേഡിംഗ് ആക്ടിവിറ്റികളൊന്നും അവർ ചെയ്യുന്നില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്, സേവനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്കോ, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടോ ആയിരിക്കും ഇത്തരം സർവീസസ് റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡെഫിനിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇതിൽ നിന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ്. അതായത് ക്ലബ്ബുകൾ, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവിടുത്തെ ആ സ്പോർട്സ് ക്ലബ്ബിലെയോ ആർട്സ് ക്ലബ്ബിലെയോ മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ വെൽഫെയറിന് വേണ്ടി അവിടെ ആർട്സിനെയും സ്പോർട്സിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത് ലാഭേച്ഛയില്ലാതെ, ലാഭം പ്രതീക്ഷിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അവരവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റികളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഗുഡ്സ് ഒന്നും വാങ്ങുകയോ വിൽക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ സർവീസസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആ ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഹോസ്പിറ്റൽസ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ലൈബ്രറീസ് എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കായിരിക്കും അവിടുത്തെ സേവനം ലഭ്യമാവുക. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനാഥരായവർക്കോ അല്ലെങ്കിൽ പ്രായം കൂടിയവർക്കോ ഒക്കെ താമസിക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുക, ഫുഡ് കൊടുക്കുക, ഇത്തരത്തിലുള്ള സർവീസസ് ആണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ് ആകാം, കോളേജസ് ആകാം, ഇവരെല്ലാം ചെയ്യുന്നത് സർവീസസ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന, വിദ്യാഭ്യാസം എന്ന് പറയുന്ന സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ റിലീജിയസ് ഓർഗനൈസേഷൻ, റിലീജിയസ് ആയിട്ടുള്ള മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ്. ലാഭം പ്രതീക്ഷിക്കാതെയാണ് അവരും പ്രവർത്തിക്കുന്നത്. അടുത്തത് ട്രേഡ് യൂണിയൻസ് ആണ്. ട്രേഡ് യൂണിയൻസും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ലാഭം പ്രതീക്ഷിക്കാതെ
ട്രേഡിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാതെ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ട്രേഡ് യൂണിയനും. അപ്പോൾ ഇത്തരം എക്സാമ്പിൾ നോക്കുന്ന സമയത്തും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഒന്നാമതായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചർ നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. ഇത് നമ്മൾ ഡെഫിനേഷൻ കണ്ട സമയത്ത് പറഞ്ഞതാണ്. പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ, ലാഭം പ്രതീക്ഷിക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നോ ട്രേഡിംഗ് ആക്ടിവിറ്റി, ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുന്നില്ല. ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുന്നില്ല. സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അതാണ്, റെൻഡറിങ് സർവീസ്. സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ മിനിമം കോസ്റ്റിലായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാതെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നത് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ കടമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇവിടെ നടക്കില്ല. എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുക. അടുത്തത് ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി. ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ഓർഗനൈസ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ഓർഗനൈസേഷൻ ആർ കോൾഡ് മെമ്പേഴ്സ്. നമ്മൾ സാധാരണ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിലെ അംഗങ്ങളെ നമ്മൾ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അതിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളുകളെ പറയുന്നത് മെമ്പേഴ്സ് എന്നാണ്, അംഗങ്ങൾ എന്നാണ് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ്ഡ് ബൈ എ മാനേജിംഗ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. ഇത്തരത്തിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞെടുക്കുന്ന, എലക്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ മാനേജ് ചെയ്യപ്പെടുന്നത്. ഇവരായിരിക്കും ഇതിൻ്റെ മാനേജേഴ്സ്, ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ ഡെഫിനിഷൻ തൊട്ടേ കണ്ടതാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലാഭം പ്രതീക്ഷിക്കാതെ, ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യാതെ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടക്കില്ല. അതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റീസ് ആയിട്ടോ ആയിരിക്കും. അത്തരം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗമാകുന്നവരെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അത്തരം മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ മാനേജ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. നമ്മളിനി തുടർന്ന് വരുന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം കാര്യങ്ങൾ, ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മറ്റ് പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ്, അവിടെ എന്തെല്ലാം അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് എന്നുള്ളത് +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ചതാണ്. ആദ്യം ജേണലൈസിംഗ് എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിലേക്ക് ജേണൽ എൻട്രി ചെയ്യുന്നു. അതിനുശേഷം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ട്രയൽ ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ രീതിയിലാണ് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്യാഷ് ബുക്കാണ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനമായാലും ആ സ്ഥാപനത്തിലേക്ക് ക്യാഷ് അകത്തോട്ട് വരുന്നുണ്ടാവും, റെസീപ്റ്റ് ഉണ്ടാവും, അതുപോലെ ക്യാഷ് പുറത്തോട്ട് പോകുന്നുണ്ടാവും, പേയ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റുകളെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതിൻ്റെ ഓർഡർ ഓഫ് ഒക്കറൻസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഒന്നാമത്തേത് ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് എ ലെഡ്ജർ കണ്ടെയ്നിങ് ദ അക്കൗണ്ട്സ് ഓഫ് ഇൻകം, എക്സ്പെൻസസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആ സ്ഥാപനത്തിന്റെ വരുമാനം, ചിലവ്, അസറ്റ്, ലയബിലിറ്റി, ആസ്തികൾ, ബാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുത്തത് മൂന്നാമതായിട്ട് എ സ്റ്റോക്ക് രജിസ്റ്റർ ടു കീപ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഫിക്സഡ് അസറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റുകളുടെ ഡീറ്റെയിലുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുക: ക്യാഷ് ബുക്ക്, ലെഡ്ജർ അക്കൗണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ. ഇനി വരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നാലാമതായിട്ട് വരുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നാലാമതായി വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന്റെ തന്നെ ഒരു കൺസോളിഡേറ്റഡ് ഫോമാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്ക് നമുക്കറിയാം, ക്യാഷ് ബുക്ക് ക്രോണോളജിക്കൽ ഓർഡർ, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ആ രീതിയിലാണ്, ഓർഡർ ഓഫ് ഒക്കറൻസിന്റെ ബേസിസിലാണ്, ഡേറ്റ് വൈസ് ആണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ചെയ്യുന്നത് അത്തരത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോം ആയിരിക്കും റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് കൺസോളിഡേറ്റഡ് ഫോം ആയിരിക്കും ഇവിടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ, അതിന് ക്യാഷ് ബുക്കുമായിട്ടുള്ള റിലേഷൻ എന്താണ്, ക്യാഷ് ബുക്കിൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്താണ്, അതിൽ ഉൾപ്പെട്ട് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫോമിലാണ്. ക്യാഷ് ബുക്ക് പോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ ഐറ്റം വൈസ് അല്ല റെക്കോർഡ് ചെയ്യുന്നത്, കൺസോളിഡേറ്റഡ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ക്യാഷ് ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഓരോ തവണ കൊടുക്കുമ്പോഴും ക്യാഷ് ബുക്കിൽ ആ ഓരോ തവണ കൊടുത്ത ഡേറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. എന്നാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. പകരം റെന്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഐറ്റത്തിന്റെ കീഴിലായിരിക്കും ആ വർഷം കൊടുത്ത എല്ലാ റെന്റുകളും ആഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൺസോളിഡേറ്റഡ് ഫോമിൽ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷേ ക്യാഷ് ബുക്കിലാണെങ്കിൽ അത് ഡേറ്റ് വൈസ് ഓരോ തവണയും റെന്റ് എന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമതായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. നമുക്കറിയാം, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളെ സംബന്ധിച്ച് അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുന്നത്, കാരണം ലാഭമോ നഷ്ടമോ എന്നല്ല കണ്ടുപിടിക്കുന്നത്. പകരം ഇവിടെ ബാലൻസ് വരുന്നത് ഇൻകം ആണ് കൂടുതലെങ്കിൽ അത് സർപ്ലസും, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലെങ്കിൽ അവിടെ ഡെഫിസിറ്റും ആയിരിക്കും ഉണ്ടാവുക. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ഇതിനെക്കുറിച്ചും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്തതായിട്ട് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് അറിയാവുന്നതാണ്, ഏതൊരു സ്ഥാപനത്തിൻ്റെയും പൊസിഷൻ മനസ്സിലാക്കാൻ. അതൊരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ സ്ഥാപനത്തിന്റെ ആസ്തികൾ എന്തൊക്കെയാണ്, ആ സ്ഥാപനത്തിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ബിസിനസ്സിലും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ ഫൈനൽ അക്കൗണ്ട് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയുമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്യാഷ് ബുക്ക്, അതുപോലെ ലെഡ്ജർ, സ്റ്റോക്ക് രജിസ്റ്റർ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ മൂന്ന് അക്കൗണ്ടാണ് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി, അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, ചില പ്രത്യേകതകൾ നോക്കി. അപ്പോൾ അത്തരത്തിൽ പ്രത്യേകതകളൊക്കെ നോക്കിയ സമയത്ത് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടി.
അടുത്തതായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന പ്രിപ്പയർ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് മുൻപ് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിലല്ല ഇവിടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയില്ലാത്ത കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ അക്കൗണ്ട് വളരെ കൃത്യമായിട്ടും വളരെ ഈസി ആയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡു നോട്ട് മെയിൻറ്റെയിൻ എനി ക്യാപിറ്റൽ അക്കൗണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഇതൊരു ഫീച്ചറായിട്ട് കൂടി പറയാവുന്നതാണ്. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനി തുടർന്ന് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല. നമുക്കറിയാം പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളിലെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. മൂലധനം ഒരു ഓണർ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പക്ഷേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഏണിംഗ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവർ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന് പകരമായി അവർ പ്രിപ്പയർ ചെയ്യുന്നത് ദേ മെയിൻറ്റെയിൻ ക്യാപിറ്റൽ ഫണ്ട് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ജനറൽ ഫണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരമായി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്, അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് ദ സർപ്ലസ് ജനറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻകം ആണ് കൂടുതലെങ്കിൽ, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണ് എങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത ലാഭമാണ്. അല്ലെങ്കിൽ അത് ഇവിടെ നമ്മൾ അതിനെ ലാഭം എന്നല്ല, പ്രോഫിറ്റ് എന്നല്ല പറയുന്നത്, സർപ്ലസ് എന്നാണ് പറയുന്നത്. അത്തരം സർപ്ലസ് ഇവിടെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുണ്ടാകുന്ന സർപ്ലസിനെ മെമ്പേഴ്സിനെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ചെയ്യുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ആഡഡ് ഇൻ ദ ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരമായി പ്രിപ്പയർ ചെയ്യുന്ന ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് ഇത്തരത്തിലുണ്ടാകുന്ന സർപ്ലസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ദ ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ത്രൂ വേരിയസ് സോഴ്സസ് ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഈ സ്ഥാപനം കളക്ട് ചെയ്യുന്ന, റേസ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഇടുന്നത്, കൊണ്ടുപോയി ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ്, അഥവാ ജനറൽ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ്. അപ്പോൾ ഇതും പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന എല്ലാ ഇൻകവും അല്ലെങ്കിൽ എല്ലാ ഫണ്ടും, ഏതെല്ലാം സോഴ്സസിൽ നിന്ന് വരുന്ന എല്ലാ ഫണ്ടും ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പകരം ക്യാപിറ്റൽ ഫണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അത് ഇൻകമാണ് കൂടുതലെങ്കിൽ ഉണ്ടാകുന്ന സർപ്ലസിനെയും അത് മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കില്ല, അത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഈ സ്ഥാപനം ഏതെല്ലാം വഴിയോ ഫണ്ട് രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫണ്ടുകളെല്ലാം കൊണ്ടുപോയി ആഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഏതെല്ലാം സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് പറയപ്പെടുന്നത്, അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചില പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിയത്. അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന, മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയാണ് +2 ലെവലിൽ പഠിക്കാനുള്ള അക്കൗണ്ടുകൾ. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല, പകരം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ റൈസ് ചെയ്യുന്ന എല്ലാ ഫണ്ടുകളും ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സർപ്ലസ് മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കില്ല, പകരം ചെയ്യുന്നത് അത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പാഠഭാഗമായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ഇതിൻ്റെ അക്കൗണ്ടിംഗ് പ്രൊസീജിയറാണ് പഠിക്കാനുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തുടർന്നങ്ങോട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ തുടർന്ന് വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്